നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് വീണ്ടും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ജീവനക്കാർ പണിമുടക്കി. വരും തലമുറ പ്രകൃതി സംരക്ഷകരായിരിക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ MLA. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് വീണ്ടും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കയ്പമംഗലം കൂരുകുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് സംഭവം. വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ്, കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. പഴുന്നാനയിൽ ഫിദമോൾ ബസ് ഡ്രൈവർ ലിബീഷിനെ 2-അംഗ സംഘം ബസ്സിൽ കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഫയാസ്, ഷാഫി എന്നിവരാണ് ആക്രമണം നടത്തിയത്. അവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് ബസ് സൈഡ് കൊടുക്കാത്തതിൽ ആരോപിച്ചാണ് മർദ്ദനം. സാരമായി പരിക്കേറ്റ ലിബീഷ് ചികിത്സയിലാണ്. വരും തലമുറ പ്രകൃതി സംരക്ഷകരായിരിക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ MLA. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെക്കാൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും തലമുറ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായിരിക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. വനങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വന്യജീവികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് മാനവരാശിയെ ബോധവൽക്കരിക്കുന്നതിനും കാടിന്റെയും അതിൽ വസിക്കുന്ന വന്യജീവികളുടെയും പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന എന്ന ലക്ഷ്യത്തോടെ തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിൽ ചാലക്കുടി റേഞ്ച് തലത്തിലും നടത്തിവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി റിയാഡ് ഗവൺമെന്റ് ITIയിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ചിൽ നിർമ്മിച്ചിട്ടുള്ള മിയാവാക്കി കാട് മാതൃകയിൽ 5 സെന്റ് സ്ഥലത്ത് വിവിധ ഇനങ്ങളിൽപ്പെട്ട 300-ൽ പരം ഫലവൃക്ഷ തൈകളാണ് വിദ്യാഭവനിൽ നട്ടുപിടിപ്പിക്കുന്നത്. വരും നാളുകളിൽ മണ്ഡലത്തിൽ ആവശ്യപ്പെടുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും പദ്ധതി നടപ്പാക്കുമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. ഇന്നിവിടെ ITI ബന്ധപ്പെട്ടുള്ള നടക്കുന്നു. നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, വികസനത്തിലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സ്ഥായിയായിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള വികസനം ഉണ്ടാക്കണം എന്നത് സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ചടങ്ങിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ചാലക്കുടി ശ്രീ SL സുനിൽലാൽ സ്വാഗതം പറഞ്ഞു. ഗവൺമെന്റ് ITI പ്രിൻസിപ്പാൽ KK സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ തമ്പി E കണ്ണൻ, ഹിത TS, ഷീജ TX, രമ്യ AR തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. PK മുഹമ്മദ് ഹുസൈൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ചാലക്കുടി, നന്ദിയും പറഞ്ഞു. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. തിങ്കളാഴ്ചയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി വരുത്തി കബാലിയുടെ വിളയാട്ടം. വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളെയും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടിയൂരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന
ആംബുലൻസിനെയാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു. നാലമ്പല ദർശനം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ 1000 രൂപയുടെ നെയ്വിളക്ക് ദർശന വഴിപാട് ചെയ്യുന്നവർക്ക് വരിയിൽ നിൽക്കാതെ ദർശനം നടത്താനുള്ള സൗകര്യം. വിമർശനവുമായി മുൻ ദേവസ്വം ചെയർമാൻ. തീരുമാനം തീർത്ഥാടകരുടെ അഭ്യർത്ഥന മാനിച്ചെന്ന് വിശദീകരിച്ച് ദേവസ്വം അധികൃതർ. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളിൽ നിന്നും 1000 രൂപ ഈടാക്കി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്നതായി വിമർശനം. പ്രത്യേക ക്യൂ സംവിധാനം വിവേചനപരമാണെന്നും എല്ലാവർക്കും കാലതാമസം കൂടാതെ ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടതെന്നും മറ്റ് 3 ക്ഷേത്രങ്ങളിലും ഈ സംവിധാനം ഇല്ലെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും മുൻ ചെയർമാൻ നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ വിമർശനത്തിൽ കഴമ്പില്ലെന്നും തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം നെയ്വിളക്ക് ദർശനം എന്ന പേരിൽ 1000 രൂപ ഈടാക്കി 2 പേർക്ക് വരിയിൽ നിൽക്കാതെ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇതിന് പ്രത്യേക പ്രചരണങ്ങൾ ഒന്നും നൽകുന്നില്ലെന്നും വരുമാനം ലക്ഷ്യമാക്കിയിട്ടുള്ള നല്ല നടപടിയല്ലെന്നും ദേവസ്വം അധികൃതർ. കഴിഞ്ഞ മാസം 30-ന് ചേർന്ന ഭരണസമിതി യോഗമാണ് നെയ്വിളക്ക് ദർശനം എന്ന പേരിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. തീരുമാനം പിൻവലിക്കില്ലെന്നാണ് ദേവസ്വം അധികൃതർ നൽകുന്ന സൂചന. CITU സന്ദേശം 2024 അറിവുത്സവം എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. CITU സന്ദേശ മാസികയുടെ ഭാഗമായി വിവിധ തലത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സർഗാത്മക കഴിവുകൾ ഏരിയ തലം മുതൽ സംസ്ഥാന തലം വരെ മത്സര പരിപാടിയിലൂടെ കഴിവുകൾ വീണ്ടെടുത്ത് പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുവരികയെന്നതാണ് ഇതിലൂടെ പ്രധാന ലക്ഷ്യം. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സ്വാഗതം പറഞ്ഞു. അഭിവാദ്യങ്ങൾ അർപ്പിച്ച് AP ജയരത്നം, മിനി ഷാജി, പ്രോഗ്രാം കോർഡിനേറ്റർ മൊയ്തീൻ മാഷ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് MG കിരൺ നന്ദി പ്രകാശിപ്പിച്ചു. സന്ദേശത്തിൻ്റെ 50-ാം വാർഷികം കേരളത്തിൽ വിപുലമായ രീതിയിൽ ആചരിച്ചു വരികയാണ്. ഇത്തവണത്തെ ഈ പ്രോഗ്രാം പറഞ്ഞതുപോലെ അറിവുത്സവം എന്നൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഏരിയാതല മത്സരം, അതിനുശേഷം ജില്ലാതല മത്സരം, അതിനുശേഷം കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ മാസത്തിൽ 2 ദിവസം. ജാബറിന്റെ ഇന്നത്തെ വരുമാനം നിജിൽ ചികിത്സാ സഹായത്തിന്. വാടാനപ്പള്ളി. തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബറിന്റെ ഓട്ടോറിക്ഷയിലെ ഇന്നത്തെ ഓടിയ മുഴുവൻ തുകയും കഴിഞ്ഞ ദിവസം പുലർച്ചെ അരിമ്പൂരിൽ തെങ്ങിൽ ബൈക്കിടിച്ച് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവറായ ബൈക്ക് യാത്രികൻ കൈപ്പള്ളി വലിയ പുരക്കൽ വീട്ടിൽ നിജിൽ
ചികിത്സാ ചിലവിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 5:45 എറവ് കൈപ്പള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു അപകടം. രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ തെങ്ങാണ് അപകടം ഉണ്ടാക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. റോഡിൽ നിന്ന് 4 അടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ഇരുട്ടിൽ ബൈക്കിടിച്ച് നിജിൽ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ബൈക്ക് ദൂരേക്ക് തെറിച്ചുപോയി. ഹെൽമറ്റ് റോഡിൽ വീണു കിടക്കുന്നുണ്ട്. ബോധരഹിതനായി റോഡിൽ വീണു കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് അരിമ്പൂരിൽ നിന്നും ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സാ സഹായനിധി വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സുർജിത്, സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ പ്രതാപൻ വാലത്ത്, സന്തോഷ് വെളുത്തൂർ എന്നിവർ പങ്കെടുത്തു. തുടർ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിജിലിന്റെ ഏക വരുമാനം മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് ഭീമമായ ഈ ചികിത്സാ ചിലവ്. ഭാര്യയും 2 കൊച്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബം നിത്യചിലവിന് വരെ ബുദ്ധിമുട്ടുകയാണ്. ഈ അവസ്ഥയിൽ നിജിലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളാൽ കഴിയാവുന്ന സഹായം നൽകാം. വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. വാഴപ്പള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. എല്ലാ വർഷവും മിഥുനമാസത്തിലെ ആയില്യനാളിൽ നടത്തി വരാനുള്ള സർപ്പബലിക്ക് പാലക്കാട് പാതിരാക്കുന്നത്തുമനയിലെ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സർപ്പപ്രീതിക്കായി നടത്തുന്ന ഭക്തി നിർഭരമായ ഈ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹവനം, നവഗ്രഹ പൂജ, തുടർന്ന് ഉച്ചപൂജയും വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, പാലുന്നൂറും, തുടർന്ന് സർപ്പബലിയും അത്താഴപൂജയും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VC ഷാജി എന്നിവർ നേതൃത്വം നൽകി. 14/7/2024 ഞായറാഴ്ച ക്ഷേത്രം ഹാളിൽ വെച്ച് നടത്തുന്ന സൗജന്യ ENT പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്ത് വീണ്ടും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ജീവനക്കാർ പണിമുടക്കി. വരും തലമുറ പ്രകൃതി സംരക്ഷകരായിരിക്കുമെന്ന് ET ടൈസൺ മാസ്റ്റർ MLA. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.